പ്രധാന സേവകനെ വീണ്ടും വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലയാളക്കര. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം 6:30-ന് അരലക്ഷത്തോളം BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും. കനത്ത സുരക്ഷയിലാണ് നഗരം. വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരനും ഒപ്പം കിരൺ കുമാറും ചേരുന്നുണ്ട്. ജിജീഷിലേക്കാണ് ആദ്യം പോകുന്നത്. ജിജീഷ് ഇപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ ആരംഭിക്കുന്ന സ്ഥലത്താണ് എന്നാണ് കരുതുന്നത്. എന്തായാലും ജിജീഷ്, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ പറഞ്ഞതുപോലെ വലിയൊരു ആവേശം ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരിലും പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത്. ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ടത്, ഈ 2024 പിറന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ദിവസങ്ങൾ പിന്നിട്ട് വീണ്ടും അതേ മാസത്തിൽ തന്നെ കൊച്ചിയിൽ എത്തുന്നുണ്ട്. കൊച്ചിയെ ഇളക്കി മറിക്കുന്ന ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തുന്നത്. നാളെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കും. അതിനുശേഷം വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രിക്ക് ഈ ഒരു വരവിൽ ഉള്ളത്. ഗതാഗത നിയന്ത്രണമൊക്കെ തന്നെ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടുന്ന് ഏറ്റവും ഒടുവിലായിട്ട് പറയാനുള്ളത് എന്താണ്? രജനി, നമ്മളിപ്പോൾ നിൽക്കുന്നത് റോഡ് ഷോ ആരംഭിക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് മൈതാനത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം തുറന്ന വാഹനത്തിൽ കയറുന്നു. തുറന്ന് 1.25 കിലോമീറ്ററോളം നീളുന്ന റോഡ് ഷോയാണ്. ഈ 2 വശങ്ങളിലായി 10,000-കണക്കിന് പ്രവർത്തകരായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിവാദ്യം ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ പ്രത്യഭിവാദ്യം സ്വീകരിക്കാനും എല്ലാമായി ഉണ്ടാവുക. ഇപ്പോൾ തന്നെ പ്രവർത്തകർ, അതായത് 6:30-7 മണിക്കായിരിക്കും ഈ റോഡ് ഷോ ആരംഭിക്കുക എന്ന ഒടുവിൽ ലഭിക്കുന്ന വിവരത്തിന്റെ ഘട്ടത്തിൽ പോലും ആവേശപൂർവ്വം പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. BJP നേതാക്കൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റോഡ് ഷോയ്ക്ക് എത്തുന്ന പ്രവർത്തകർക്കെല്ലാം തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. കോട്ടയം ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ലിജിൻ ഇതുകൊണ്ട് ഒരുക്കങ്ങളും കാര്യങ്ങളും? വലിയ തോതിൽ പ്രവർത്തകർ, കാരണം ഇതിനു മുമ്പ് തൃശ്ശൂർ നടന്നപ്പോൾ നമുക്കറിയാം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അതായത് എതിരാളികളെ പോലും ഞെട്ടിക്കുന്ന സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തം അവിടെ കണ്ടു. 2 ലക്ഷത്തോളം പേർ അവിടെ അണിനിരുന്നു. പുറത്ത് 10,000-കണക്കിന് ജനങ്ങൾ. മുമ്പ് എങ്ങനെയാണോ തേവരയിൽ, കൊച്ചിയിൽ ഇതിനു മുമ്പ് വന്ന സമയത്ത് യുവാക്കളുടെ വലിയ സംഘം അതിലൊരു ആവേശമായി മാറി. ഇപ്പോൾ വീണ്ടും കൊച്ചി ഒരിക്കൽ കൂടി 1000-കണക്കിന് പ്രവർത്തകരെ, 10,000-കണക്കിന് പ്രവർത്തകരെ വരവേൽക്കാൻ ഒരുങ്ങിയാണ്. എങ്ങനെയാണ് ഈ ഒരു വലിയൊരു മുന്നേറ്റം? തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ പ്രവർത്തകരുടെ ഇടയിൽ വലിയ ഒരു ആവേശം തന്നെയാണ് അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും, ഈ നല്ല വെയിലിൻ്റെ സമയത്തും പ്രവർത്തകർ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഷോയുടെ ദൂരം അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനും വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനിയും കാരണം റോഡ് ഷോ തുടങ്ങാനായിട്ട് സമയം ഇനിയും ഉണ്ടെങ്കിൽ പോലും പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കേരളത്തിനോട് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വവും കാണിക്കുന്ന ആ ഒരു സ്നേഹം, അതിനെ തിരിച്ച് അതേ സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം വലിയൊരു വളർച്ചയുടെ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ബൂത്ത് തലത്തിൽ പോലെയുള്ള പ്രവർത്തകരൊക്കെ സജീവമാകുന്നു അല്ലേ? ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം നാളെ നടക്കുന്നു. ഈ ഒരു വളർച്ച അത് ഏത് ഘട്ടത്തിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റത്തിലേക്ക് തന്നെയല്ലേ ഇതെല്ലാം എത്തിക്കുക? അതെ, ഇപ്പം നാളെ നടക്കുന്ന ശക്തി കേന്ദ്ര സമ്മേളനമാണ്. അതിന് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി അത്തരമൊരു സമ്മേളനത്തിൽ, പാർട്ടി കേഡറുകളുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വലിയ ഒരു സംഖ്യ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അവരെല്ലാവരും പ്രധാനമന്ത്രിയിൽ നിന്ന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് അവരുടെ ഊർജ്ജം സംഭരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ആവേശം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആത്മവിശ്വാസം കൂടി വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഷിപ്പ്യാർഡിലെ പുതിയ പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു. അപ്പോൾ കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ, ഒരു കേന്ദ്ര നേതൃത്വത്തെ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തിരികെ നൽകാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ജനങ്ങൾ തയ്യാറാവുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. ചെല്ലുന്നിടത്തെല്ലാം തന്നെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. 100-കണക്കിന് ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും, ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പാർട്ടിയുടെ ആൾക്കാർ കൂട്ടമായി വരുന്നു, പക്ഷെ അല്ലാതെ തന്നെ വന്നിട്ട് ഇപ്പോൾ തന്നെ ആൾക്കാർ വന്ന് നിൽക്കുന്നു. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വന്ന് നിൽക്കുന്നു. നമ്മൾ നടന്നു വരുമ്പോൾ എപ്പോഴാണ് അദ്ദേഹം വരുന്നത്, അദ്ദേഹം എത്താറായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു ആകാംക്ഷ അവരുടെ എല്ലാവരുടെയും വാക്കുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വലിയൊരു ആവേശത്തിൽ തന്നെയല്ലേ എല്ലാവരും ഉള്ളത്? അതെ, വളരെ വലിയൊരു ആവശ്യത്തിലാണ് നമ്മൾ കേരളത്തിലേക്ക് വീണ്ടും പ്രധാനമന്ത്രി എത്തുന്നതിൽ കേരളത്തിലെ പ്രവർത്തകരും അതുപോലെ പൊതുസമൂഹവും എല്ലാം വളരെ സന്തോഷത്തിലും അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ സാധാരണ പ്രവർത്തകരുടെ ഒരു ആവേശം? സാധാരണ രീതിയിൽ പ്രവർത്തകരുടെ ആവേശം ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിജിയും ഈ കേരളത്തോട് കാണിക്കുന്ന ഒരു വലിയ സ്നേഹം, അത് ശരിക്കും
ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളം എമ്പാടും 14 ജില്ലയും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വരും തലമുറ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ പോലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൗഭാഗ്യത്തെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൃശ്ശൂർ നടന്ന ഒരു പ്രോഗ്രാം ആയാൽ പോലും അതൊരു വമ്പൻ, നമ്മളെല്ലാവരും കണ്ടതുപോലെ തന്നെ വമ്പൻ ഒരു വിജയമായിരുന്നു അല്ലേ? എങ്ങനെയാണ് പ്രധാനമന്ത്രി കാണാനുള്ള ആവേശത്തിൽ തന്നെയല്ലേ? ആവേശമാണ്. പ്രധാനമന്ത്രി ഗുരുവായൂർ വന്നപ്പോഴും പോയിട്ടുണ്ടായിരുന്നു, എറണാകുളത്ത് വരുമ്പോഴും പോകാറുണ്ട്, തൃശ്ശൂർ വന്നപ്പോഴും പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ വരാറുണ്ട്. പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ് തീർച്ചയായും. രജനി പറയാം, നമ്മുടെയൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിലെ നമ്മളെപ്പോഴും കേൾക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ. പക്ഷെ ലോകമെമ്പാടും ഇപ്പം മോദിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയാത്തൊരു വ്യക്തി ഒരു ദിവസം. രജനി, ആ ഒരു ആവേശം എത്രമാത്രമാണ് ഓരോ ആളുകളിലും ഉള്ളത് എന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം തന്നെയാണ്. ആളുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നു. ഈ റോഡ് ഷോയുടെ ഭാഗമായി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും തന്നെ ഈ ഒരു ആവേശത്തിന്റെ ഭാഗമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും വികസനം എത്തിക്കുന്ന പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും വികസന പദ്ധതികൾ എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി, സ്ത്രീകൾക്ക് വേണ്ടി ചിന്തിക്കുന്ന പ്രധാനമന്ത്രി, കുട്ടികൾക്ക് വേണ്ടി ചിന്തിക്കുന്ന പ്രധാനമന്ത്രി, പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നിരവധി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ അനുദിനം പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി, അത്തരത്തിൽ ജനകീയ പദ്ധതികളിലൂടെ ജനകീയനായ ഒരു പ്രധാനമന്ത്രി എന്നതു മാത്രമല്ല ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഉറപ്പിക്കുന്ന തന്നെയാണ് ജിജേഷ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ജീവിക്കുന്ന പ്രധാനമന്ത്രിയാണ് വീണ്ടും കേരളത്തിൽ എത്തുന്നത്. കേരളത്തിലെ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി, അവരെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തുകയാണ്. ഇനി കേവലം 3 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കൊച്ചിയിലേക്ക് അദ്ദേഹം പറന്ന് ഇറങ്ങുവാൻ വേണ്ടി. നേരത്തെ നമ്മളോട് പ്രതികരിച്ചവർ പറയുന്നത് പോലെ തന്നെ ഈ ജനങ്ങൾക്ക് ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇത്രയധികം ഈ ജനങ്ങൾക്ക്, അതിന് രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല ഈ പ്രധാനമന്ത്രിയെ ഇങ്ങനെ അധികം ആരാധിക്കാനായിട്ട്. കാരണം നമ്മളത് കണ്ടതാണ് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ അദ്ദേഹം വന്നപ്പോൾ ഈ മറിയക്കുട്ടിയെ ചേർത്ത് പിടിച്ച് മറിയക്കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു പ്രധാനമന്ത്രി. സംസ്ഥാന സർക്കാരിന് അവരടുത്തു പോകാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനോ കഴിഞ്ഞിട്ടില്ല. ആ ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രി അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ തന്നെ. അതൊക്കെ തന്നെ ഒരു സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ്. രജനി, തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മറിയക്കുട്ടി അവരുടെ എല്ലാം ഒരു കൃത്യമായി രജനി പറഞ്ഞതുപോലെ അവരെ ചേർത്ത് പിടിക്കുന്ന അത്തരക്കാരെ, സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന, സാധാരണക്കാരുടെ മനസ്സറിയുന്ന ഒരു പ്രധാനമന്ത്രി. കാരണം കേരളം ഇതുവരെ ഒരുപക്ഷെ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് അഹങ്കാരത്തിന്റെ മൂർത്തി രൂപങ്ങളായ നേതാക്കൾ, ജനകീയത വാദിക്കുന്ന ഘട്ടത്തിൽ പോലും ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തയ്യാറാകാത്ത അത്തരം രൂപങ്ങളെയാണ് കണ്ടിട്ടുള്ളത്. എങ്കിൽ ഈ തുടർച്ചയായി പ്രധാനമന്ത്രി രാജ്യത്തേക്ക് എത്തുമ്പോൾ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുപരിപാടികളിലേക്ക് എത്തുമ്പോൾ അവർ ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നു, ജനകീയനായ ഒരു നേതാവിനെ കാണുന്നു, ജനകീയനായ ഒരു പ്രധാനമന്ത്രിയെ കാണുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരു ഊർജ്ജം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നു. കാരണം കഴിഞ്ഞ ദിവസം സ്ത്രീകളടക്കം നിരവധി ആളുകൾ അവിടെ നിൽക്കുന്ന സമയത്ത് പോലും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന സമയത്തെല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായി തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. നിരവധി സ്ത്രീകൾ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവരെല്ലാം 2 സൈഡുകളിലായി ഇവിടെ നിൽക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി വലിയൊരു ആവേശം തന്നെയല്ലേ? അതെ അതെ, ഭയങ്കര ആവേശത്തിലാ ഞങ്ങള് എല്ലാരും ആവേശത്തിലാ. ഭയങ്കര ആവേശത്തിലാ. സ്ഥലത്തുനിന്ന് തന്നെ കാണണമെന്നാണോ? അതെ അതെ അതെ. എന്താ പ്രധാനമന്ത്രി തുടക്കത്തിൽ കാണാൻ വേണ്ടിയാണോ? കഴിഞ്ഞ പ്രാവശ്യം നല്ലതായിട്ട് കാണാൻ ഞങ്ങള് കസര. എങ്ങനെയാണ്? മോദിജിയെ കാണാൻ വേണ്ടി വന്നതാ. അത്രയും മണിക്കൂറുകൾ കാത്തിരുന്നാലും. അതെ അതെ. രജനി, അവരുടെ ഒരു വലിയ ആവേശമാണ് നമുക്കിവിടെ എല്ലാം തന്നെ കാണാൻ കഴിഞ്ഞത്. കാരണം എത്ര മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താണെങ്കിലും പ്രധാനമന്ത്രിയെ കണ്ടു മാത്രമാണ് അവർ മടങ്ങുക എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ആവേശം കേൾക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ ആ ആവേശം ഒപ്പിയെടുക്കാൻ വേണ്ടി തന്നെയാണ് റോഡിന് മറുവശത്ത് നിൽക്കുന്ന ആ പ്രവർത്തകരിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ആ സ്ത്രീകളടക്കമുള്ള, കുട്ടികളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ, അവരെല്ലാവരും തന്നെ. കാരണം എങ്ങനെയാണോ സ്ത്രീകൾ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്നത്, അവർക്ക് പ്രധാനമന്ത്രി ഒരു മാതൃകാ പുരുഷനായി മാറുന്നത് എന്നത് തൃശ്ശൂർ സമ്മേളനം നമുക്ക് കാണിച്ചു തന്നതാണ്. കേരളത്തിന്റെ മാറുന്ന മുഖച്ഛായയായി ഭാരതീയ ജനതാ പാർട്ടി മാറുമ്പോൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുമ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം സ്വീകാര്യത ലഭിക്കുന്നു എന്നത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിന്, ദേശീയ ആദർശങ്ങൾക്ക്, ദേശീയ ചിന്താഗതികൾക്ക് എത്രമാത്രം
പ്രചാരണം ലഭിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം സ്വാഭാവികമായും വലിയ തോതിൽ തന്നെ മുന്നേറാനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ BJP കേരളത്തിൽ നടത്തുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ 2 ആഴ്ചക്കിടയിലുള്ള രണ്ടാമത്തെ സന്ദർശനം അത് ഒരു ആവേശമാക്കി മാറ്റുക എന്നത് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രധാനം തന്നെയാണ്. കാരണം ഓരോ ആളുകളും ഓരോ ഭാഗങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിക്കായി ആവേശപൂർവ്വം ജയ് വിളിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല നേരത്തെ ലിജില്ലാൽ അടക്കം എൻ ഹരി അടക്കമുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ പ്രവർത്തകരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതാണ് ഗ്രൂപ്പ് ഏറ്റവും ബൂത്ത് തലത്തിലുള്ള ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ, കാരണം പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. 7000-ഓളം പ്രവർത്തകരെ അവിടെ അഭിവാദ്യം ചെയ്യുന്നത്. ശക്തി കേന്ദ്ര ഇൻചാർജുമാർ എന്ന് പറയുമ്പോൾ താഴെ ഏറ്റവും സാധാരണ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരാണ്. മണ്ഡലം തലത്തിലുള്ള പ്രവർത്തകരല്ല, ജില്ലാ തലത്തിലുള്ള പ്രവർത്തകരല്ല, പഞ്ചായത്ത് ഭാരവാഹികളല്ല, മറിച്ച് ഓരോ ബൂത്തിന്റെയും ചുമതലയുള്ള പ്രവർത്തകർ. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി അദ്ദേഹം സംവദിക്കുന്നു, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. എങ്ങനെ താഴേക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യം പ്രധാനമന്ത്രി കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇനിയും എത്രയോ യാത്രകൾ കേരള സന്ദർശനം ഇനിയും അദ്ദേഹത്തിന്റെ ബാക്കിയാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്കെല്ലാം നാട് നീങ്ങുന്ന ഘട്ടത്തിൽ ഇനിയും നിരവധി റോഡ് ഷോകൾ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോകൾ ചെയ്തിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇത്തരത്തിൽ വലിയ ഒരു ആവേശം എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എത്ര നേരം വേണമെങ്കിലും കാത്തിരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് കടന്നു പോകാൻ വേണ്ടി തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജ് മൈതാനത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും വലിയ നിയന്ത്രണങ്ങളുള്ള ഭാഗമാണ്. കൂടുതൽ പ്രവർത്തകർക്ക് ഇവിടെ എത്താൻ കഴിയില്ല. പ്രവർത്തകരെല്ലാം തന്നെ കൂടുതലായി നിർത്തുന്നത് മറ്റു ഭാഗങ്ങളിലേക്കാണ്. മാധ്യമപ്രവർത്തകർക്ക് കൂടുതലായി പ്രവേശനമില്ലാത്ത ആ ഭാഗത്താണ് കൂടുതലായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും തുടക്കത്ത് വസ്തു തന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആ തുറന്ന വാഹനത്തിലേക്ക് കയറുമ്പോൾ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയെ കാണണമെന്ന ആഗ്രഹം, അത്തരമൊരു വലിയ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ കാണാൻ കഴിയും. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ശരി, എന്തായാലും മഹാരാജാസ് കോളേജിന് മുന്നിൽ ഇപ്പോൾ തന്നെ ആവേശം തിളച്ച് മറിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. ആ റോഡിന്റെ ഇരുവശത്തും ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. തങ്ങളുടെ പ്രധാനമന്ത്രിയെ, തങ്ങളുടെ പ്രധാന സേവകനെ ഒന്ന് കാണുക, അതുമാത്രം തന്നെയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഈ 3 മണിക്കൂറിന് മുൻപായിട്ട് തന്നെ അവിടെ തമ്പടിച്ചിരിക്കുന്നതിന്